ഇനി ജീവിതമില്ല എന്നൊരു അവസ്ഥയിലേക്ക് പോയി. കാരണം മണിപ്പാൽ കസ്തൂർബ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു നിങ്ങളുടെ ഇനിയുള്ള ജീവിതം കഴിഞ്ഞായിരിക്കും, അടുത്ത താഴെ തളർന്ന അവസ്ഥയായിരിക്കും എന്ന് പറഞ്ഞിട്ടൊന്ന് നമ്മളെ തിരിച്ചു വരരുത്. അത് നമുക്ക് മനസ്സ് ഉണ്ടെങ്കിൽ അതിന് സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അന്ന് ആ സമയത്തൊക്കെ ഞാൻ അന്വേഷിച്ച് കഴിയുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ വന്നവർ എല്ലാവരും കടന്ന് കുറേ കാലം ജീവിച്ചു. പിന്നെ അവർ മരിച്ചുപോയി എന്നുള്ള ഒരു അറിവ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പം ഞാനും അങ്ങനെയൊക്കെ ചിന്തിച്ചെങ്കിലും എനിക്കെൻ്റെ കുറേ സുഹൃത്തുക്കൾ അങ്ങനെയല്ല, നമുക്ക് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, പ്രവർത്തിക്കണമെന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ച് എന്നെ പ്രചോദിപ്പിച്ച് ആദ്യകാലങ്ങളിലെ ഒരുപാട് ചികിത്സയിൽ അതിന് ബുദ്ധിമുട്ടുകളൊക്കെ കഴിക്കുമെങ്കിലും ടൗണിൽ ചെറിയ കട തുടങ്ങി അവിടെ നിന്ന് ഓരോ പതുക്കെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ നമ്മളൊരു തിരിച്ചുവരവ് നടത്തിയ ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ എനിക്ക് മലക്കൽ ടൗണിൽ തന്നെ ഈ അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെറിയൊരു ബിസിനസ് ഉണ്ട്, ഒരു വീടുണ്ട്, ഇന്നെനിക്ക് ഭാര്യയും മകനുമുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സ് വിചാരിച്ചാൽ ഏതൊരവസ്ഥയിലും നമുക്ക് തിരിച്ചുവരവ് സാധ്യമാണ്. അസാധ്യമാണെന്ന് കരുതുന്നത് നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസ്ഥയിൽ പറയാനുള്ളത്. എല്ലാവരും മനസ്സ് കൈവിടാതെ നല്ല ആത്മവിശ്വാസത്തോടെ പ്രവർത്തിച്ചാൽ നമുക്ക് നല്ലൊരു തിരിച്ചുവരവ് സാധിക്കുമെന്നാണ് എൻ്റെ ജീവിതാനുഭവം എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇത്രയും പറയാൻ 2 വർഷം